ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോസിലൊക്കെ എനിക്ക് വന്ന കമൻറ്റാണ് കേട്ടോ, സോൾട്ട് അനാലിസിസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി ട്രിക്ക് പറഞ്ഞുതരാം. ഇതൊരു ട്രിക്കല്ല, നിങ്ങളിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ക്ലോറൈഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ ലിറ്റിൽ ഓഫ് സോൾട്ട് ഇസ് വാംഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അതിനകത്തോട്ടൊരു പേപ്പർ ബോൾ ഇട്ട് കഴിഞ്ഞാൽ നൈട്രേറ്റിൻ്റെ ടെസ്റ്റായി. നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് ഇതുണ്ടോ, ലിറ്റിൽ ഓഫ് സോൾട്ട് ഈസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് പേപ്പർ ബോൾ ഇസ് ആഡഡ്. അത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒബ്സർവേഷൻ സെയിം ആയിരിക്കത്തില്ല, ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നതിലൊക്കെ സെയിമേ. പിന്നെ അതുപോലെ നമ്മൾ സൾഫേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ടു എ ലിറ്റിൽ ഓഫ് സോൾട്ട് സൊല്യൂഷൻ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇസ് ആഡഡ്. അത് തന്നെയാണ് കാർബണേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റും. അതിൻ്റെ ഒബ്സർവേഷനും ഏതാണ്ട് സിമിലറാണ് കേട്ടോ. പിന്നെ നമ്മൾ വരുന്നത് ഗ്രൂപ്പ് 3, 4, 5, 6 ഇതിൻ്റെ 4 ടെസ്റ്റ് ഏകദേശം സെയിം തന്നെയാണ്. അതിലോട്ട് ആഡ് ചെയ്യുന്ന ഒരു സാധനം മാത്രം എക്സ്ട്രാ ചേർത്ത് കഴിഞ്ഞാൽ മതി. നമ്മൾ ഗ്രൂപ്പ് 3 എടുക്കുന്ന സമയത്ത് ടു എ ലിറ്റിൽ ഓഫ് സോൾട്ട് സൊല്യൂഷൻ സോൾഡ് അമോണിയം ക്ലോറൈഡ് ആൻഡ് എക്സസ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആർ ആഡഡ്. അതിനകത്തോട്ട് H2SO ഒഴിച്ച് കഴിഞ്ഞാൽ 4th ഗ്രൂപ്പിൻ്റെ ടെസ്റ്റായി. അതേസമയം 3rd ഗ്രൂപ്പിൻ്റെ ടെസ്റ്റിൻ്റെ കൂടെ നമ്മൾ അമോണിയം കാർബണേറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ 5th ഗ്രൂപ്പിൻ്റെ ടെസ്റ്റായി. അതുമല്ല, ആ 3rd ഗ്രൂപ്പിൻ്റെ ടെസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് സൊല്യൂഷൻസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 6th ഗ്രൂപ്പിൻ്റെ ടെസ്റ്റായി. അപ്പോൾ ഇത് പഠിക്കാനും എളുപ്പമാണ്. ആഡ് ചെയ്യുന്ന എക്സ്ട്രാ സാധനങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് 1 ലെഡിൻ്റെയും ഗ്രൂപ്പ് 5 ബേരിയത്തിൻ്റെയും ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ്റെ ടെസ്റ്റ് സെയിം ആണ്. ടു എ ലിറ്റിൽ ഓഫ് സോൾട്ട് സൊല്യൂഷൻ ഡൈല്യൂട്ട് അസറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ആർ ആഡഡ്. അത് രണ്ട് സെയിം ആണ്. അതിന് വരുന്ന പ്രസിപ്പിറ്റേറ്റ് സെയിം തന്നെയാണ്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഇസ് ഫോംഡ്. അതിന് കളറിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. യെല്ലോ തന്നെയാണ്, ഷെയ്ഡുകൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ എജിപ്പോണിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞത് കേട്ടോ. പിന്നെ അത് പോരാഞ്ഞിട്ട് നമ്മളിപ്പം കൺഫർമേറ്ററി ടെസ്റ്റുകൾ, ഈ ഓരോ കാറ്റയോണിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് വരുന്ന സമയത്തെ അതിനകത്തിൽ ആഷ് ടെസ്റ്റും ഫ്ലെയിം ടെസ്റ്റും സെയിം തന്നെ ആയിരിക്കും ആ സോൾട്ടിൽ ചെയ്യേണ്ടത്. ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാൻ നേരം ലിറ്റിൽ ഓഫ് സോൾട്ട് സൊല്യൂഷൻ ഈസ് മെയ്ഡ് പേസ്റ്റ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl. പിന്നെ അത് ഫ്ലെയിമിലിട്ട് കാണിക്കും. അത് ഇപ്പം ഫ്ലെയിം ടെസ്റ്റുള്ള ഏത് ഇതിനായാലും സെയിം സംഭവം തന്നെ ആയിരിക്കും. നമ്മുടെ ഗ്രൂപ്പ് 5 വേരിയത്തിന് ഫ്ലെയിം ടെസ്റ്റിന് ഇത് തന്നെയായിരിക്കും. പിന്നെ ആഷ് ടെസ്റ്റ് വരുന്ന സമയത്ത് എ ലിറ്റിൽ ഓഫ് സോൾട്ട് സൊല്യൂഷൻ ഈസ് ബോയിൽഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് കൊബാൾട്ട് നൈട്രേറ്റ് ഇസ് ആഡഡ്. പിന്നെ ഫിൽട്ടർ പേപ്പർ അതിലേക്ക് സോക്ക് ചെയ്തിട്ട് അത് കത്തിക്കുക. അത് നമ്മുടെ സിങ്കിനും അതുപോലെ തന്നെ അലൂമിനിയത്തിനും ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെല്ലാത്തിനും ഒബ്സർവേഷനും ഇൻഫറൻസും മാറ്റമായിരിക്കും കേട്ടോ. ഒബ്സർവേഷൻ മാറ്റമായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൊരു സിമ്പിൾ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്